ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ ബോഡി ബിൽഡിംഗ്, പ്രൊഫഷണൽ ബോഡി ബിൽഡിംഗ്. ഈ രണ്ട് വിഭാഗക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടലുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം എന്താണ് ഈ നാച്ചുറൽ ബോഡി ബിൽഡിംഗ് അല്ലെങ്കിൽ പ്രൊഫഷണൽ ബോഡി ബിൽഡിംഗ് എന്ന്. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക, കാരണം ഒരുപാട് ആൾക്കാർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന ഒരു മേഖലയാണ് ഈ ബോഡി ബിൽഡിംഗ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇപ്പൊ പല ആൾക്കാരുടെ മനസ്സിലൊക്കെ പല ചിന്തകളാണ് ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് കുറേയേറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. നാച്ചുറൽ ബോഡി ബിൽഡിംഗ്, അതേപോലെ തന്നെ പ്രൊഫഷണൽ ബോഡി ബിൽഡിംഗ് എന്താണ്. നമുക്ക് പെട്ടെന്ന് ഒരു ഉദാഹരണമായിട്ട് എടുക്കാം. എൻ്റെ കയ്യിൽ ഇത് കണക്കുള്ള രണ്ട് പെൻസിലുണ്ട്. അപ്പം ഈ രണ്ട് പെൻസിൽ നിങ്ങൾ വീട്ടിൽ വളർത്തുന്ന രണ്ട് ചെടിയാണെന്ന് വിചാരിക്കുക. അപ്പം നിങ്ങൾ രണ്ട് ചെടി വെക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പം നിങ്ങൾ രണ്ട് ചെടി വെക്കാനായിട്ട് നിങ്ങൾ അതിനുള്ള തടമൊക്കെ എടുത്തിട്ട് നിങ്ങൾ ചെടി വെക്കാൻ പോവുകയാണ്. അപ്പം ഇവിടെ നമ്മൾ വെക്കുന്നതിനകത്ത് നമ്മൾ നമ്മുടെ ജൈവ വളങ്ങളായിട്ടുള്ള എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക്, അത് കണക്കുള്ള ജൈവമായിട്ട് കിട്ടുന്ന സാധനങ്ങളെല്ലാം കൂടെ നമ്മൾ ഇവിടെ ഒന്ന് തടത്തിൽ വെച്ചിട്ട് ഈ തയ്യെ ഇവിടെ വെക്കുന്നു. അതേസമയം ഇത് വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അമോണിയ അല്ലെന്നുണ്ടെങ്കിൽ യൂറിയ, പൊട്ടാഷ് പോലുള്ള രാസവളങ്ങൾ കൊടുത്ത് ഇവിടെ വെക്കുന്നു. അതിനുശേഷം നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ ഈ ചെടിയുടെ ഗ്രോത്ത് നിങ്ങൾ ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ജൈവവളം കൊടുത്ത് വളർത്തുന്ന ചെടികളുടെ ഗ്രോത്തിനെ അപേക്ഷിച്ചിട്ട് ഈ രാസവളം കൊടുത്ത് വളർത്തുന്ന ചെടികൾക്ക് അല്പം കൂടെ ഗ്രോത്ത് വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അതായിരിക്കും ഇതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അതേ കണക്ക് തന്നെ ഇത് വളർന്ന് വരുന്നതിനനുസരിച്ച് ഈ നമ്മൾ പിന്നെയും നമ്മൾ വളം കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് രാസവളം കൊടുക്കുന്ന ഈ ചെടി എന്ന് പറയുന്നത് പെട്ടെന്ന് പൂക്കും കായ്ക്കും എല്ലാം ചെയ്യും. അതിനകത്ത് വലിയ കീടബാധ ഉണ്ടാവത്തില്ല, ഒരു കാര്യങ്ങളും ഉണ്ടാവത്തില്ല. അതേസമയം നമ്മൾ എല്ലുപൊടിയും ചാണാപ്പൊടിയും വേപ്പൻ പിണ്ണാക്കും കൊടുത്ത് വളർത്തുന്ന ഈ ചെടി എന്ന് പറയുന്നത് അതിന് വളരാൻ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അതേപോലെ തന്നെ വളർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് പെട്ടെന്ന് പൂ പിടിക്കത്തില്ല. പൂ പിടിച്ചാൽ തന്നെ പെട്ടെന്ന് പൊഴിഞ്ഞു പോകും. വരുന്ന കായ്കളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര വലിയ കായ്കളൊന്നും ആയിരിക്കത്തില്ല, ചെറിയ കായ്കളായിരിക്കും. പക്ഷെ ഇതിനകത്തെന്ന് പറഞ്ഞാൽ നിറയെ കായ്കൾ പിടിക്കും. ആ വരുന്ന കായ്കളൊക്കെ വലിയ കായ്കളുമായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ ഒരു വ്യത്യാസം ഞാൻ പറഞ്ഞു തന്നതിനകത്ത് നിന്ന് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കൊന്ന് വിശദമായിട്ട് പരിശോധിക്കാം. അപ്പോൾ ഇതിന്റെ പേരിൽ പരസ്പരം അടികൂടുന്ന ആൾക്കാർ അല്ലെന്നുണ്ടെങ്കിൽ ഇത് കണ്ടിച്ചിരിക്കുന്നവർ ഈ ഒരു ഉദാഹരണം മാത്രം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഫഷണൽ ബോഡി ബിൽഡിംഗ്, നാച്ചുറൽ ബോഡി ബിൽഡിംഗ് രണ്ടാണ്. ഇതിനെ ഒന്നായിട്ട് നിങ്ങൾ പരസ്പരം കാണാതിരിക്കുക. അതിന്റെ പേരിൽ നിങ്ങൾ പരസ്പരം കലഹിക്കാതിരിക്കുക. ഓക്കെ, നാച്ചുറൽ ബോഡി ബിൽഡിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ജനറൽ ഫിറ്റ്നസിനും ഇപ്പം നമുക്കൊന്ന് ഒരല്പം ഒന്ന് മസ്കുലർ ആവണം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫിറ്റ്നസ് നമുക്ക് കാത്തു സൂക്ഷിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ നാച്ചുറൽ ബോഡി ബിൽഡിംഗ് നമുക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ വർക്കൗട്ടുകൾ കൊണ്ട് നമ്മുടെ ശരീരത്തെ നമുക്ക് ഒരല്പവും കൂടെ നമുക്ക് പ്രോഗ്രസ് ചെയ്തെടുക്കാം. അല്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലൊരു മസിൽ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാം. അതേസമയം നമ്മൾ തിരിച്ച് പ്രൊഫഷണൽ ബോഡി ബിൽഡിങ്ങിലോട്ട് വന്നു കഴിഞ്ഞാൽ അത് വിഭാഗം വേറെയാണ്. പ്രൊഫഷണൽ ബോഡി ബിൽഡിംഗ് എന്ന് പറയുന്നത് ഒരു മത്സര ഫീൽഡ് തന്നെയാണ്. ഓക്കെ, ഒരു ഒരു കോമ്പറ്റീഷൻ ഫീൽഡാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം അവിടെ നമുക്ക് ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മസിലിന്റെ സൈസ്, മസിലിന്റെ വോളിയം, അതേണക്ക് നമ്മുടെ ബൾക്കിങ്, കട്ടിങ്, നമ്മുടെ ശരീരത്തിന്റെ ഫുൾ ആയിട്ടുള്ള ഷേപ്പ്, ഇതെല്ലാമാണ് അവിടുത്തെ ആ ഒരു ജഡ്ജസ് പ്രത്യേകിച്ചും ഈ പാനൽ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സ്റ്റേജ് പെർഫോമൻസ് ആണ്. അപ്പം അത് ചെയ്യാനായിട്ട് നമുക്ക് ആ കുറച്ച് കാര്യങ്ങൾ ആവശ്യമാണ്. ആ സമയം നമ്മൾ ജനറൽ ഫിറ്റ്നസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം നമ്മുടെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം നല്ല ഫിറ്റാക്കി വെക്കുക, നമ്മുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുക. നമ്മൾ തിരിച്ചിങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അവിടെ ആരോഗ്യത്തിന് വലിയൊരു പ്രാധാന്യമില്ല. ഓക്കെ, അവിടെ മസിലിന്റെ സൈസ്, മസിലിന്റെ ഗ്രോത്ത്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഇപ്പൊ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ആരോഗ്യത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു, നമ്മുടെ ഫിറ്റ്നസ് കുറച്ചും കൂടെ സ്ട്രോങ് ആക്കാൻ നമ്മൾ നോക്കുന്നു, അതിനൊക്കെ നമ്മുടെ മസിലൊക്കെ അല്പം ബിൽഡ് ചെയ്യാനായിട്ട് നമ്മൾ നോക്കുന്നു. അപ്പൊ നമ്മുടെ ലക്ഷ്യം ജനറൽ ഫിറ്റ്നസ് ആണ്, നമ്മുടെ ശരീരത്തെ ഒരല്പം ആരോഗ്യത്തോടെ കാത്തു സൂക്ഷിക്കുകയാണ് എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എന്നുണ്ടെങ്കിൽ നമ്മൾ നാച്ചുറൽ ബോഡി ബിൽഡിംഗ് ചെയ്യാം. ഓക്കെ, നമ്മുടെ മസിൽസിന് നമുക്ക് അധികം സൈസ് ഒന്നും ആവശ്യമില്ല, നമുക്കൊന്ന് ഫിറ്റ് ആയിട്ടിരിക്കണം എന്നുള്ള ആഗ്രഹമാണ് നമ്മുടെ എന്നുണ്ടെങ്കിൽ നാച്ചുറൽ ബോഡി ബിൽഡിംഗ് ചെയ്താലും നമുക്ക് മസിൽസ് ഉണ്ടാവും. ഓക്കെ, അതിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം അടുത്തത്. അപ്പം ഈ പ്രൊഫഷണൽ ബോഡി ബിൽഡേഴ്സിനെ വെറുതെ വിട്ടേക്കുക. ഓക്കെ, അവരെ നമ്മൾ മറന്നേക്കുക. കാരണം ഞാൻ പറഞ്ഞല്ലോ, അതൊരു മത്സര രംഗമാണ്, അതിനെ നമ്മൾ ശ്രദ്ധിക്കാനേ പോകേണ്ട കാര്യമില്ല. അപ്പം നമ്മൾ ആദ്യം ജൈവവളം കൊടുത്ത് വളർത്തിയെടുത്ത ചെടി എന്ന് വെച്ചാൽ എല്ലും പൊടി, അതേണക്ക് തന്നെ വേപ്പൻ പിണ്ണാക്ക്, ചാണകപ്പൊടിയൊക്കെ കൊടുത്ത് വളർത്തിയ ചെടിക്ക് അതിൻ്റെതായ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. അതിന് വളരാൻ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ആ ഒരു ലിമിറ്റിനപ്പുറത്തോട്ട് അത് പോവില്ല. അതേ കണക്കാണ് നമ്മൾ നാച്ചുറൽ ബോഡി ബിൽഡിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഭക്ഷണവും അതേ കണക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ
നമ്മുടെ ശരീരത്തിൽ ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറയുന്നത് ഒരു ലിമിറ്റേഷൻസ് മാത്രമാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. നമ്മുടെ ശരീരത്തിലുള്ള ടെസ്റ്റോസ്റ്ററോൺ കുറച്ചും കൂടെ നല്ല രീതിയിൽ പ്രവർത്തിക്കും. അങ്ങനെ നമുക്ക് മസിൽസ് ഡെവലപ്പ് ചെയ്ത് വരികയാണ് ഉണ്ടാവുന്നത്. ഓക്കെ, പക്ഷേ ഇവിടെ നേരെ നമ്മുടെ ടെസ്റ്റോസ്റ്ററോൺ കൂട്ടാൻ വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ നമ്മൾ രാസവളം കൊടുത്ത് വളർത്തുന്ന ചെടിയുടെ പോലെ തന്നെ നമ്മൾ നമ്മുടെ മസിൽസിന്റെ സൈസ് വളർത്താനായിട്ട് അതിന്റെ വോളിയം ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ അവിടെ രാസവളം കൊടുക്കും. നമ്മൾ ടെസ്റ്റോസ്റ്ററോണിനെ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അനബോളിക് സ്റ്റെറോയിഡ്സ് ഉപയോഗിക്കേണ്ടി വരും. ആ അനബോളിക് സ്റ്റെറോയിഡ്സ് എന്ന് പറഞ്ഞാൽ രാസവളം കൊടുക്കുമ്പോൾ നമുക്ക് ചെടികൾക്കുണ്ടാകുന്ന ഗ്രോത്ത് പോലെ തന്നെ അനബോളിക് സ്റ്റെറോയിഡ്സ് നമ്മുടെ ശരീരത്തിലോട്ട് കയറ്റുന്ന സമയത്ത് തന്നെ അവിടെ ടെസ്റ്റോസ്റ്ററോൺ നമ്മുടെ പുരുഷന്മാരുടെ മസിൽസിന്റെ വളർച്ചയിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഹോർമോണായിട്ടുള്ള ടെസ്റ്റോസ്റ്ററോൺ നല്ല രീതിയിൽ വർദ്ധിക്കാൻ തുടങ്ങും. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ മസിൽ മാസും മറ്റുള്ള കാര്യങ്ങളും എല്ലാം വർദ്ധിച്ചു വരും. അതേസമയം ഇവിടെ നമ്മൾ ജൈവവളമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ടെസ്റ്റോസ്റ്ററോണിന്റെ അളവിനെ നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് പറ്റത്തില്ല. ആ ഒരു നാച്ചുറൽ രീതിയിലുള്ള അതിനകത്ത് എത്രത്തോളം പൊട്ടൻഷ്യൽ ഉണ്ടോ ആ രീതിയിൽ നമുക്ക് പോകാൻ പറ്റുകയുള്ളൂ. അത്രയേ ഉള്ളൂ ഇത് തമ്മിലുള്ള വ്യത്യാസം. അപ്പം ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഇപ്പോൾ പ്രൊഫഷണൽ ബോഡി ബിൽഡിങ്ങിനോടാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ആ രീതിയിൽ പോകുക. ഓക്കെ, അവർക്ക് സ്റ്റെറോയിഡ്സ് പോലുള്ള അനബോളിക് സ്റ്റെറോയിഡ്സ് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ഒരു പ്രൊഫഷണൽ ബോഡി ബിൽഡർ ആവണമെന്നുണ്ടെങ്കിൽ അവർ അങ്ങനെ പോവുക. പക്ഷെ അന്നേരം നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആരോഗ്യം എന്ന് പറയുന്നത് ഒരു രണ്ടാമത്തെ മാത്രം മേഖലയായിട്ട് മാറുകയാണ്. ഓക്കെ, ആരോഗ്യം എന്ന് പറയുന്നത്, ആരോഗ്യ സംരക്ഷണം എന്ന് പറയുന്നത് രണ്ടാമതായിട്ട് മാറും. ആദ്യത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മസിൽസിന്റെ സൈസ് വർദ്ധിപ്പിക്കുക എന്നുള്ളത് മാത്രമായിരിക്കും അവിടുത്തെ ആദ്യത്തെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അതേപോലെ നമുക്ക് ഈ ഒരു മത്സരത്തിൽ വിന്നർ ആവണം എന്നുള്ളത് മാത്രമായിരിക്കും നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം. പക്ഷെ ആരോഗ്യ സംരക്ഷണം രണ്ടാമതായി പോകും. അവിടെ ആരോഗ്യ സംരക്ഷണം വളരെ കുറച്ച് മാത്രമാണ് നടക്കുന്നത്. പക്ഷേ ഇവിടെ ഫസ്റ്റിലത്തെ ചെടിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാച്ചുറലായിട്ട് ബിൽഡ് ചെയ്തെടുത്ത് നമ്മുടെ ആരോഗ്യത്തെയും കൂടെ നമ്മൾ പരിപോഷിപ്പിച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകുന്നു. അതിനനുസരിച്ചുള്ള മസിൽ മാസും മസിൽ വളർച്ചയും മാത്രമേ നമുക്ക് ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇത് തമ്മിലുള്ള ഒരു പ്രധാന ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിഞ്ഞ് പോകുന്നത്. നിങ്ങൾ പ്രൊഫഷണലായിട്ട് ബോഡി ബിൽഡിംഗ് നടത്തുന്നവർ ദൈവത്തെ ഓർത്ത് ഈ നാച്ചുറലായിട്ട് ബോഡി ബിൽഡിംഗ് ചെയ്യുന്നവരെ കളിയാക്കാതിരിക്കുക. ഓക്കെ, അവരുടെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബോഡി ഒന്ന് ഫിറ്റാക്കി വെക്കുക, അവരുടെ ബോഡി അല്പം ഒന്ന് മസ്കുലർ ആക്കുക, ആരോഗ്യത്തോടെ ഇരിക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. അതേസമയം നാച്ചുറലായിട്ട് ബോഡി ബിൽഡിംഗ് ചെയ്യുന്നവർ ഇവരെയും കളിയാക്കാതിരിക്കുക. കാരണം അത് വേറൊരു മേഖലയാണ്. അവരെന്ത് സ്റ്റിറോയിഡ്സ് ഉപയോഗിച്ചാൽ മാത്രമേ, അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചാൽ മാത്രമേ അവർക്ക് ആ ഒരു ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റൂ, അല്ലെങ്കിൽ ആ ഫീൽഡിൽ തുടരാൻ പറ്റൂ. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ നാച്ചുറലായിട്ട് ബോഡി ബിൽഡിംഗ് ചെയ്യുന്ന ഒരാൾക്ക് ഒരു പ്രൊഫഷണൽ ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? മസിൽസിന്റെ സൈസ് കാണത്തില്ല, ഗ്രോത്ത് കാണത്തില്ല, ഇതൊന്നും കാണില്ല. നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. നിങ്ങൾ ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽപ്പെട്ട ബോഡി ബിൽഡേഴ്സിനെയും പഴയകാല ബോഡി ബിൽഡേഴ്സിനെയും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ വ്യത്യാസം മനസ്സിലാവും. ഓക്കെ, ആ ഒരു മസിൽസിന്റെ സൈസും ബോഡിയും എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. ഇതിന്റെ പേരിലാണ് പരസ്പരം കിടന്ന് കലഹിക്കുകയൊക്കെ ചെയ്യുന്നത്. ആദ്യം ബോഡി ബിൽഡിംഗ് എന്താണെന്ന് മനസ്സിലാക്കുക, ഈ രണ്ട് മേഖലകൾ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. ഇത് രണ്ടും തമ്മിൽ ആട് തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഇതിനെ രണ്ടും തമ്മിൽ ഒരിക്കലും കമ്പയർ ചെയ്യാനേ പറ്റത്തില്ല. ഓക്കെ, നിങ്ങൾക്കൊരു നല്ല ഫിറ്റ്നസും നല്ല ആരോഗ്യവും ഒക്കെ നിങ്ങൾക്ക് കാത്തു സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നാച്ചുറലായിട്ട് ബോഡി ബിൽഡ് ചെയ്തോളൂ. നിങ്ങളുടെ മുട്ടയുടെ വെള്ള, ചിക്കനിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഒരുപാട് പ്രോട്ടീൻ കിട്ടും. അപ്പോൾ ആ പ്രോട്ടീനെ നിങ്ങൾ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം മസ്കുലർ ആയിട്ടുള്ള ഒരു ബോഡി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, പക്ഷെ ഓർക്കുക, നമുക്ക് ഒരു ലിമിറ്റിനെ ക്രോസ് ചെയ്തുകൊണ്ട് പോകാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ആ ഒരു ലിമിറ്റേഷൻസിൽ നമുക്ക് നിൽക്കേണ്ടി വരും. പിന്നെ കുറച്ച് സമയം നമ്മൾ അധികം വർക്കൗട്ട് ചെയ്യേണ്ടി വരും. അത് 3 മാസം കൊണ്ടോ 4 മാസം കൊണ്ടോ 6 മാസം കൊണ്ടോ നമുക്ക് ബോഡി ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. ആ സമയം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അധികം സമയം വേണ്ടി വരുന്നില്ല. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അധികം സമയം വേണ്ടി വരുന്നില്ല. നമ്മുടെ വർക്കൗട്ടിന്റെ ഇന്റൻസിറ്റി ഒക്കെ നമുക്ക് കൂട്ടിച്ചേരാൻ പറ്റും. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന അനബോളിക് സ്റ്റെറോയിഡ്സുകൾ നമ്മൾ അതിനെ സഹായിക്കും. ഓക്കെ, അങ്ങനെ നമ്മുടെ വർക്കൗട്ടിന്റെ ആ ഒരു സമയം കൂട്ടിയെടുക്കുവാനും എല്ലാത്തിനും നമ്മളെ സഹായിക്കും. അതേ കണക്ക് തന്നെ നമ്മുടെ ആ ഒരു എന്താ പറയുക, വെയിറ്റ് ഒക്കെ എടുത്ത് പൊക്കാനുള്ള ആ ഒരു കപ്പാസിറ്റിയൊക്കെ നമുക്ക് വർദ്ധിപ്പിച്ചു തരാനായിട്ടൊക്കെ ഇത് അവരെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത് തമ്മിൽ നിങ്ങൾ പരസ്പരം കൂട്ടിക്കുഴയ്ക്കാതിരിക്കുക. നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതിനനുസരിച്ച് മാത്രം പോവുക. നിങ്ങൾ പ്രൊഫഷണൽ ബോഡി ബിൽഡേഴ്സിനെ നോക്കാതിരിക്കുക. നാച്ചുറലായിട്ട് ബോഡി ബിൽഡ് ചെയ്യുന്ന പ്രൊഫഷണൽ ബോഡി ബിൽഡേഴ്സിനെ വെറുതെ വിട്ടേക്കുക. അവർ അവരുടെ ഭാഗത്തോട്ട് പോയിക്കോട്ടെ. അതേ കണക്ക് തന്നെ തിരിച്ച് നിങ്ങൾ ഇവരെയും വെറുതെ വിട്ടേക്കുക. അവരുടെ, കാരണം ഞാൻ പറഞ്ഞ കണക്ക് തന്നെ രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെ പരസ്പരം കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ചെളുകാരി ഇറങ്ങി പരസ്പരം പരിഹാസ കഥാപാത്രങ്ങളായിട്ട് മാറാതിരിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അടുത്ത വീഡിയോ കാണുന്നത്.